ഇന്നലെ പാല തൊടുപുഴ റൂട്ടിൽ മുണ്ടാങ്കൽ ഭാഗത്ത് നടന്ന അപകടത്തിൽ 2 യുവതികൾ മരിക്കുകയും ഒരു കുട്ടി ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാവുകയും ചെയ്തു. ഈ സംഭവത്തിൽ അപകടം നടന്ന ഉടനെ അവിടെ വന്ന ഒരു പൊതുപ്രവർത്തകയാണ് CBIയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായ അനുമോൾ. നമ്മുടെ വാർഡ് മെമ്പർ, പാമ്പൂരാംപാറ വാർഡ് മെമ്പർ, ഭരണങ്ങാനം പഞ്ചായത്തിലെ പാമ്പൂരാംപാറ വാർഡ് മെമ്പർ അനുമോൾ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് അവിടെ കണ്ട കാഴ്ച വരുമ്പോൾ? ഞാൻ ഏകദേശം അന്ന് ഈ അപകടം നടക്കുന്ന തലേ ദിവസം എൻ്റെ വാർഡിലെ ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് രാവിലെ 9 മണിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മുണ്ടാങ്കിൽ വെച്ചിട്ട് ഈ അപകടം കാണുന്നത്. ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു അപകടം ഉണ്ടായെന്ന് അറിഞ്ഞ കഴിയുമ്പോൾ ഞാൻ സ്കൂട്ടറിലായിരുന്നു. ഞാൻ സ്കൂട്ടറിൽ പെട്ടെന്ന് തന്നെ മുന്നോട്ട് എടുത്തു കൊണ്ടുവന്ന് വന്ന് നോക്കുമ്പോഴാണ് വലതുവശത്തായിട്ട് ഈ അപകടം നടന്നതും വലതുവശത്തായിട്ട് നമ്മുടെ ജോമോളെയാണ് ഞാൻ ആദ്യമേ ശ്രദ്ധയിൽപ്പെടുന്നത്. ജോമോള് മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ജോമോള് കമന്നായിരുന്നു കിടന്നിരുന്നത്. ഇടതുവശത്തോ കൂടി പോയ വണ്ടിയിലിരുന്ന ജോമോള് വലതുവശത്ത് ആയിട്ട് നിലത്ത് കമന്നായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ അന്നേരം തന്നെ എന്നോട് അപ്പോഴത്തേനും അവർ പറഞ്ഞു, ഒരു കുട്ടീനെയും മറ്റേ ഈ ധന്യേനെയും ഓരോ വണ്ടികളിൽ പെട്ടെന്ന് തന്നെ കയറ്റി വിട്ടു. അതിനുശേഷം ജോമോള് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ജോമോള് കാലനക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ജോമോളെ ഞങ്ങൾ ഒരു കാറിൽ കയറ്റി ആക്കുകയോ ചെയ്ത്. അന്നേരം തിരിച്ചിങ്ങനെ എടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ അറിയാവുന്ന പ്രവിധാനത്തുള്ളൊരു സോജൻ കണ്ണംകുളം എന്ന് പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞു, മെമ്പറെ ഇത് നോക്കിയാൽ നമ്മൾ അറിയുന്ന ആളാണല്ലോ, ഇത് നമ്മുടെ അന്നാമോള് പിക്കപ്പ് ഓടിക്കുന്ന സുനിലിൻ്റെ ഭാര്യയാന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ജോമോളെ നന്നായിട്ട് അറിയാം. ജോമോളുടെ വീട്ടുകാരും എല്ലാവരും പാമ്പൂരാംപാറ വാർഡിൽ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും സുനിലിനെ അറിയാം, വീട്ടുകാരെ എല്ലാവരെയും അറിയാം, ഇവരുടെ പിതാവിനെ എല്ലാവരെയും അറിയാം. അപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ജോമോളാന്ന് അറിഞ്ഞത്. ഞാനപ്പോൾ തന്നെ ഈ ഇതിനെ ആളെ വണ്ടിയെ കയറ്റിയിട്ട് ഉടനെ തന്നെ ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് അന്നേരം തന്നെ അവരുടെ വീട്ടുകാരെ അറിയിച്ചിരുന്നു. അപ്പം തന്നെ അവർ ബന്ധുക്കളെ എല്ലാവരും അറിയിച്ചു. അതുപോലെ തന്നെ ആക്സിഡൻ്റ് ആയത് ആ സ്പോട്ടിൽ ഞാൻ ഏകദേശം ആ വളവ് തിരിയുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് വരെ വന്നപ്പോഴാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ CIനെ ആദ്യമേ ഞാൻ CIനെ ആയിരുന്നു വിളിച്ചത്. സാർ അന്നേരം തന്നെ എല്ലാവരുത്തേക്കും മെസ്സേജ് അയച്ചു. പോലീസുകാരെല്ലാം അപ്പം തന്നെ വന്നു. അതുപോലെ തന്നെ വളരെ സജീവമായിട്ട് നാട്ടുകാരും പോലീസുകാരും എല്ലാം വളരെ സജീവമായിട്ട് പെട്ടെന്ന് തന്നെ ഇടപെട്ടുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ കുട്ടിയുടെ ജീവനെങ്കിലും നിലനിർത്താൻ സാധിച്ചിരിക്കുന്നത്. എങ്കിലും ഇവരെ 2 പേരെയും പെട്ടെന്ന് ധന്യേനെയും ജോമോളെയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു. എങ്കിൽ പോലും അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇക്കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഈ അപകടം നടന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സമീപനം മാതൃകാപരമായിരുന്നു. എല്ലാവരും തന്നെ പ്രത്യേകിച്ച് വളരെ അഭിമാനത്തോടെ നമുക്ക് പാലാ പോലീസിനെ നമുക്ക് വളരെ അഭിമാനത്തോടെ കാണാം. കാരണം ഞാൻ ആ സമയം തൊട്ട് ഫുൾ ടൈം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ സാറിനെ ഞാനാണ് CIനെ വിളിച്ച് പറഞ്ഞ് സാറ് ബാക്കി അതിനോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാർ പോലീസ് സ്റ്റേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അവരപ്പം തന്നെ വന്നു കുട്ടികളെ ആശുപത്രി കൊണ്ട് ഏറ്റവും എനിക്ക് വളരെ സന്തോഷം അഭിമാനം തോന്നിയത് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരെടുത്ത മുൻകൈയാണ്. കുട്ടിയെ നമ്മൾ മരീൻ ഹോസ്പിറ്റലിൽ കുട്ടീനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുട്ടിക്ക് സത്യത്തിൽ അനക്കം ഉണ്ടായിരുന്നില്ല. അത് ആശുപത്രിക്കാരും അതിനകത്ത് വളരെ നല്ല സജീവമായിട്ട് കുട്ടിയുടെ ജീവന് വേണ്ടി ഒത്തിരി ഇതായിട്ടുണ്ട്. സദൻ സാറ് അവിടെ സ്ഥലത്ത് പോയി വരികയും ആശുപത്രിയിലും എല്ലാം ഉള്ളത് എല്ലാത്തിനും മേൽനോട്ടം നൽകുകയും നടക്കുന്ന പൊതുവെ ആൾക്കാർ പറഞ്ഞാൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ തീർച്ചയായിട്ടും DYSP ഒപ്പം തന്നെ CIയും SIയും പോലീസ് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അതിനകത്ത് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മരീൻ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, കുട്ടിയെ എടുക്കുമ്പോൾ കുട്ടിക്ക് അനക്കം ഉണ്ടായിരുന്നില്ല. മരീൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ മരിയനിലെ എല്ലാ ഡോക്ടേഴ്സും ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഫുൾ ടൈം ഉണ്ടായിരുന്നുണ്ട്. മരിയനിലെ എല്ലാ ഡോക്ടേഴ്സും കൂടി പരിശ്രമിച്ചാണ് CPR കൊടുത്ത് കുട്ടിക്ക് ശ്വാസം കിട്ടുന്നത്. അതിനുശേഷം പോലീസുകാർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമുക്ക് സന്തോഷം, നമ്മുടെ പോലീസിനെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സമയം. പോലീസുകാരെല്ലാവരും കൂടി വഴി തെളിയിച്ച് മാർഗത്തിൽ പോകുന്ന വഴിയിൽ ഒരു തടസ്സവും ഉണ്ടാവാതെ വഴി തെളിയിച്ച് മാർസ്ലീവ ഹോസ്പിറ്റലിൽ വരെ എത്തിക്കാനായിട്ട് ഒരു തടസ്സവും ഇല്ലാതെ കൊണ്ടുപോയത് പോലീസുകാരുടെ സജീവമായി. ഈ അപകടങ്ങളൊക്കെ നടക്കുമ്പോൾ ഇനി ഒരു 2 ദിവസത്തേക്ക് കൂടുതൽ പോലീസ് ചെക്കിങ് കാണും. ഈ അമിത വേഗത്തിൽ ഈ യുവാക്കൾ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് ഇത് നമ്മുടെ നിയമത്തിൻ്റെ അപര്യാപ്തതയല്ലേ? ശരിക്കും പറഞ്ഞാൽ അമിതമായ സ്പീഡ് ഉണ്ടായിരുന്നെന്ന് ഞാൻ അപകടം നേരിട്ട് കണ്ടില്ല. അമിതമായ സ്പീഡ് ഉണ്ടായിരുന്നെന്ന് അവിടെയുള്ള ആൾക്കാരുടെ ദൃക്സാക്ഷികളെല്ലാവരും പറഞ്ഞത്. കാരണം നല്ല സ്പീഡിൽ വന്നതുകൊണ്ടാണ് പറ്റിയത്. ഈ മറ്റ് അല്ലെങ്കിൽ നല്ലൊരു ഇടി ഞാൻ ഈ 2 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് മുന്നേ ഉള്ള എല്ലാ കാര്യത്തിലും ഹോസ്പിറ്റലിൽ അപ്പോൾ 2 പേർക്കും അതിഭയങ്കരമായ പരിക്കുകളുണ്ടായിരുന്നു. അപ്പോൾ ആ പരിക്കുകളിൽ തന്നെ അവരുടെ കൈകൾക്കും കാലുകൾക്കും ശരീരം മുഖത്തിന് അപ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു കാര്യം പറയണം. ഞാനും 2 വീലറും 4 വീലറും ഒക്കെ
ഉപയോഗിക്കുന്നതാണ്. നമ്മളെപ്പോഴും പിന്നെ ഹെൽമെറ്റ് വെക്കുമ്പോൾ, വനിതകൾ പൊതുവെ ഹെൽമെറ്റ് വെക്കുമ്പോൾ മുഖം കവർ ചെയ്യുന്ന ഹെൽമെറ്റ് വെക്കാറില്ല. എനിക്ക് തോന്നുന്നു ഈ എൻ്റെ സഹോദരിമാർ പോലെ 2 പേരും പോയപ്പോൾ 2 പേരുടെ മുഖത്തിനാണ് ഏറ്റവും കൂടുതലായിട്ട് അപകടം വന്നിരിക്കുന്നത്. പിന്നെ 2 പേർക്ക് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ പോലും ആ 2 പേരുടെ ഹെൽമെറ്റ് മുഖം കവർ ചെയ്യുന്ന ഹെൽമെറ്റ് ആയിരുന്നില്ല. നമ്മൾ പരമാവധി വനിതകൾ മുഖം കവർ ചെയ്യുന്ന ഹെൽമെറ്റ് തന്നെ വെക്കണമെന്നാണ് പ്രത്യേകമായിട്ട് എനിക്കൊരു ഉപദേശം പോലെ പറയാനുള്ളത്. അതുപോലെ തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യം കൂടി പറയാനുണ്ട് ഇതിനോടൊപ്പം തന്നെ. നമ്മുടെ അന്നമോള് ഇന്ന് ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ മുന്നേ കുറച്ച് സമയം മുന്നേ വരെ അറിയാൻ പറ്റിയിരിക്കുന്നത്, മോളുടെ വെന്റിലേറ്റർ എടുത്ത് മാറ്റി നോക്കിയപ്പം ശ്വസിക്കാനുള്ള ഒരു അപകടനില തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. 2 ദിവസമായി കുഞ്ഞിന് വേണ്ടി നാട് മുഴുവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഇനിയും തുടർന്നുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ കുട്ടിക്ക് ഓപ്പറേഷനോ മറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ വരിയലിനൊക്കെ പൊട്ടൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. എങ്കിൽ പോലും കുട്ടി ജീവനിലേക്ക് പതിയെ പുതുജീവനിലേക്ക് വരും എന്നാണ് ഹോസ്പിറ്റലിൽ. പിന്നെ തീർച്ചയായിട്ടും അതിന് ആശുപത്രിക്കാരും മെഡിസിറ്റിയിൽ നിന്നാണെങ്കിലും മരീൻ ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും കുട്ടിയുടെ ജീവന് വേണ്ടി ഒരുപാട് പരിശ്രമം എല്ലാ മേഖലയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് ഇപ്പോൾ ജോമോളുടെ ധന്യയുടെ സംസ്കാര ചടങ്ങുകൾ രാവിലെ 11:30 കഴിഞ്ഞിരിക്കുന്നു. ജോമോളുടെ സംസ്കാര ചടങ്ങുകൾ നാളെ രാവിലെ 9 മണി മുതൽ പ്രവിത്താനം പള്ളി പൊതുദർശനത്തിന് വെക്കുന്നതായിരിക്കും. 10:30 പ്രവിത്താനം കൊറോണ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്. അന്നമോൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുക. ഇനി ഇതുപോലെ ഒരു അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾക്ക് എല്ലാ ഡ്രൈവർമാരും പ്രത്യേകിച്ച് മഴക്കാലമാണ് ജാഗ്രത പാലിക്കുക എന്ന് മാത്രമാണ് എനിക്കിതിനെ